2024 മലയാള സിനിമയ്ക്ക് വൻ വിജയങ്ങളുടെ വർഷമാണ്. വർഷം തുടങ്ങി 3 മാസങ്ങൾക്കുള്ളിൽ 2 ചിത്രങ്ങളാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇവ രണ്ടും സൂപ്പർ താര ചിത്രങ്ങൾ അല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് ആദ്യം 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മലയാള ചിത്രം. പിന്നാലെ വെറും 9 കോടി ബജറ്റിൽ ഒരുക്കിയ പ്രേമലുവാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച രണ്ടാമത്തെ മലയാള ചിത്രം. വെറും 31 ദിവസം കൊണ്ടാണ് സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. സൂപ്പർ താരങ്ങൾ ഇല്ലാതെ തിയേറ്ററിലെത്തി മിന്നും വിജയം നേടിയ ചിത്രം കൂടിയാണിത്. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ യുവതാരങ്ങളായ നസ്ലിൻ, മമിത ബൈജു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായത്. 100 കോടി നേട്ടത്തിലെത്തുന്ന ഈ വർഷത്തെ രണ്ടാമത്തെ ചിത്രമാണ് പ്രേമലു. മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബിൽ എത്തുന്ന 7ാമത്തെ ചിത്രം കൂടിയാണിത്. 2018 പുലിമുരുകൻ, ലൂസിഫർ, നേര്, RDX, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകൾക്ക് ശേഷമാണ് പ്രേമലുവും 100 കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാവ്, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. കേരളത്തിൽ മാത്രമല്ല പ്രേമലു ചലനം സൃഷ്ടിച്ചിരിക്കുന്നത്. തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ചിത്രത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് സംവിധായകൻ രാജമൗലിയുടെ മകൻ SS കാർത്തികേയനാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനായ നസ്ലിൻ കെ ഗഫൂറാണ് പ്രേമലുവിലും നായകനായി എത്തിയിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം ഹോം, സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ, നെയ്മർ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറാൻ ഈ താരത്തിനായി. താരത്തിന്റെ തന്മയത്വത്തോടെയുള്ള അഭിനയം തന്നെയായിരുന്നു ഇതിന് പ്രധാന കാരണം. ഒടുവിൽ പ്രേമലു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ പുത്തൻ താരോദയമായി മാറുകയാണ് നസ്ലിൻ. ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകൾക്കൊപ്പം മത്സരിച്ച് അവർ മെനഞ്ഞെടുത്ത റെക്കോർഡുകൾ തകർത്തു. എന്നാൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയത് മാത്രമായിരുന്നില്ല നസ്ലൻ എന്ന യുവതാരത്തിന്റെ നേട്ടം. മോഹൻലാലിന് ശേഷം സോളോയായി 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന നടൻ എന്ന ഖ്യാതിയും നസ്ലിന് സ്വന്തം. നിലവിൽ ആഗോള കളക്ഷനിൽ മുന്നിലുള്ള 2018 ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. രണ്ടാമതുള്ള മഞ്ഞുമൽ ബോയ്സും മൾട്ടി സ്റ്റാർ ചിത്രം തന്നെ. 2024 ഫെബ്രുവരി 9 ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത്. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ എത്തിയ ഈ കൊച്ചു ചിത്രം ആദ്യ ദിനം മുതൽ കെട്ടിപ്പടുത്തത് സർപ്രൈസ് ഹിറ്റ് എന്ന നേട്ടമായിരുന്നു. ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 90 ലക്ഷം നേടിയ പ്രേമലു പിന്നീടുള്ള ദിവസങ്ങളിൽ കോടികൾ നേടി. ഒടുവിൽ 50 കോടി തൊട്ട ചിത്രം ആഗോളതലത്തിൽ 100 കോടിയും സ്വന്തമാക്കി. കേരളത്തിൽ നിന്ന് മാത്രം 52 കോടിയോളം രൂപ പ്രേമലു നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം തെലുങ്കിലും ഭേദപ്പെട്ട കളക്ഷൻ നേടുകയാണ്. ഇതിനിടയിൽ രാജമൗലി അടക്കമുള്ള പ്രമുഖർ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ചിത്രത്തിന്റെ ഹൈപ്പിന് കാരണമായി. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.